ഹൈന്ദവ വിശ്വാസത്തെ അപമാനിച്ച് തൃശൂർ എംഎൽഎ പി ബാലചന്ദ്രന്റെ പോസ്റ്റ് വിവാദത്തിലേക്ക്. ഹൈന്ദവ വിശ്വാസത്തെയും ശ്രീരാമനെയും സീതാദേവിയും ലക്ഷ്മണനെയുമാണ് തൃശൂർ എംഎൽഎ പി ബാലചന്ദ്രൻ അവഹേളിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇദ്ദേഹം അപമാനിച്ചിരിക്കുന്നത്. രാമൻ ഒരു സാധുവായിരുന്നുവെന്നും കാലിൽ ആണിയുണ്ടായിരുന്നതുകൊണ്ട് എടുത്തുചാട്ടക്കാരനല്ലായിരുന്നുവെന്നും ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും ഒക്കെ കൊണ്ടുവന്നു, ചേട്ടത്തി സീത അത് 3 പേർക്കും വിളമ്പി എന്നിങ്ങനെ തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് എംഎൽഎ പങ്കുവച്ചത്. രാമായണവുമായി ബന്ധപ്പെട്ട് തൃശൂർ എംഎൽഎയും സിപിഐ നേതാവുമായ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വിവാദത്തിലാകുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: രാമനൊരു സാധുവായിരുന്നു, കാലിൽ ആണിയുണ്ടായിരുന്നതുകൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല. ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു, ചേട്ടത്തി സീത അത് 3 പേർക്കും വിളമ്പി. അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു. സീത പറഞ്ഞു, രാമേട്ട അതിനെ കറിവെച്ച് തരണം. രാമൻ മാനിന്റെ പിറകെ ഓടി. മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു. മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ച് നേരം പോയി. ലക്ഷ്മണൻ ഇറച്ചി തന്ന കൈ നക്കിയിരിക്കുകയാണ്. സീത പറഞ്ഞു, ഡാ തെണ്ടി, നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക്. എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുവാ. മുല്ലപ്പൂ പന്തൽ ഷാപ്പിൽ മാനിറച്ചിയില്ല, ഏതിറച്ചിയും കിട്ടും. അപ്പോൾ രാമാനുജന്റെ മനസ്സിൽ ഇറച്ചി തന്നെയായിരുന്നു. ഇതായിരുന്നു പി ബാലചന്ദ്രൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം പോസ്റ്റ് പിന്നാലെ വിവാദമായി. ഇതോടെ തന്നെ ഈ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് തൃശൂർ എംഎൽഎ പി ബാലചന്ദ്രൻ മാപ്പപേക്ഷയുമായി എത്തി. വിശ്വാസികളെ വേദനിപ്പിച്ചെങ്കിൽ താൻ മാപ്പ് പറയുന്നു എന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത്. താൻ പണ്ടെഴുതിയ കഥകളി കഥ സ്ക്രോൾ ചെയ്തപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയതാണെന്നും ബാലചന്ദ്രൻ പറയുകയായിരുന്നു. സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം താൻ ഈ പോസ്റ്റ് പിൻവലിച്ചെന്നും ഇത് വിശ്വാസികളെ വേദനിപ്പിച്ചെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് വിവാദങ്ങൾക്ക് പിന്നാലെ എംഎൽഎ പ്രതികരിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സിപിഐ നേതാവും തൃശൂർ എംഎൽഎയുമായ പി ബാലചന്ദ്രൻ ഫേസ്ബുക്കിൽ ശ്രീരാമനെയും സീതാദേവിയും ലക്ഷ്മണനെയും ഒക്കെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത്. ഇതിന് പിന്നാലെ പോസ്റ്റ് വിവാദമായതോടെയാണ് ഫേസ്ബുക്കിൽ നിന്നും എംഎൽഎ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്. സംഭവം എന്തായാലും ഇപ്പോൾ ഹിന്ദു വിശ്വാസികൾക്കിടയിൽ തന്നെ ഒരു വിവാദമായിരിക്കുകയാണ്. അതേസമയം മറ്റൊരു സംഭവത്തിൽ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രചരണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും പരാതി ലഭിച്ചിരിക്കുന്നു. തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സജീഷാണ് സമൂഹ മാധ്യമങ്ങളിൽ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചരണം നടത്തിയത്. ഹിന്ദു ഐക്യവേദി ആലപ്പുഴ ജില്ലാ സമിതിയാണ് ആലപ്പുഴ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തെയും ശ്രീരാമനെയും ഇയാൾ അവഹേളിക്കുകയായിരുന്നു. സാമൂഹ്യമായി നിക്ഷബ്ദത പുലർത്തേണ്ട പോലീസാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. സജീഷിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലെ പോസ്റ്റുകൾ കണ്ടെത്താൻ സാധിക്കും. സർവീസ് ചട്ടങ്ങളുടെ നിയമലംഘനം നടത്തി പോലീസ് സേനയ്ക്ക് ആകെ അപമാനമുണ്ടാക്കിയ സജീഷിനെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നാണ് ഹിന്ദു വിശ്വാസികളടക്കം പരാതി നൽകിയത്. അത്തരത്തിൽ അയോധ്യയിൽ രാമപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ നിരവധി പേരാണ് രാമനെയും സീതയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇത്തരത്തിലുള്ളവർക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഇത്തരം പരാതികളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.